കേട്ടറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ അടുത്ത ആഴ്ചയിൽ നിങ്ങളെല്ലാവരും കേട്ടറ്റ് എക്സാം എഴുതേണ്ടവരാണ്. അടുത്ത ആഴ്ച ഇനിയില്ല, 2 ദിവസം കൂടിയേ ഉള്ളൂ. പുതിയ ഓർഡർ പ്രകാരം എന്തൊരു സാമ്പത്തിക ബെനിഫിറ്റ് നമുക്ക് ലഭിക്കണമെങ്കിലും തീർച്ചയായിട്ടും എല്ലാവരും ഗ്രേഡ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ വേണമെന്നുണ്ടെങ്കിൽ കേട്ടറ്റ് പാസ്സായിരിക്കണം. പ്രൊമോഷന് വേണ്ടി കേട്ടറ്റ് പാസ്സായിരിക്കണം. അതുകൊണ്ട് എല്ലാവരും ഇപ്രാവശ്യം കേട്ടറ്റ് എഴുതിയെടുക്കാൻ തന്നെ പരിശ്രമിക്കുക. നമുക്ക് അതിനുവേണ്ടി കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. 1. വള്ളത്തോൾ നാരായണ മേനോൻ സ്വന്തം വൈകല്യം കാവ്യവിഷയമാക്കിയ കൃതി ഏത്? ഈ ഓപ്ഷനിൽ നിങ്ങൾ നോക്കുക. എന്തെങ്കിലും വൈകല്യം പരാമർശിക്കുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? ഓപ്ഷൻ എ ചിത്രയോഗം, ഓപ്ഷൻ ബി ബദിരവിലാപം, ഓപ്ഷൻ സി മഗ്ദലന മറിയം, ഓപ്ഷൻ ഡി ശിഷ്യനും മകനും. ഒരു വൈകല്യം വിഷയമായി വരുന്ന സൂചന വരുന്ന കൃതി ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ സ്വന്തം വൈകല്യം കാവ്യവിഷയമാക്കി എഴുതിയൊരു കൃതി ഏതാണ്? ബദിരവിലാപം. 2ാമത്തെ ചോദ്യം, കാബൂളിവാല എന്ന കഥ രചിച്ചതാര്? കാബൂളിവാല എന്ന സിനിമ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ കാബൂളിവാല എന്ന കഥ രചിച്ചതാരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, കുമാരനാശാൻ, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ. ആൻസർ ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ. 3ാമത്തെ ചോദ്യം, വെൺമണി പ്രസ്ഥാനത്തിൻ്റെ അനന്തരാവകാശി എന്നറിയപ്പെടുന്നത് ആര്? നമുക്കറിയാം, ഓരോ കാലഘട്ടങ്ങളിൽ പ്രാചീന കഥകളും പ്രാചീന കവിതകളും പാട്ടുപ്രസ്ഥാനവും മണിപ്രവാളവും ഇതൊക്കെ നിന്ന് കഴിയുമ്പോൾ അടുത്ത ഒരു പ്രസ്ഥാനം കടന്നു വരും. പച്ചമലയാള പ്രസ്ഥാനം. അങ്ങനെ വെൺമണി മഹൻ നമ്പൂതിരി തുടങ്ങിയ ആ വെൺമണി പ്രസ്ഥാനത്തിൻ്റെ അന്ത്യത്തിന് ശേഷം പിന്നീട് അതേ ഛായ പിടിച്ചുകൊണ്ട് കവിതകൾ എഴുതിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം തോന്നിപ്പിക്കുന്ന കവിതകൾ എഴുതിയ കവി എന്ന നിലയിൽ നമുക്ക് അനന്തരാവകാശി എന്ന് പറയപ്പെടുന്ന കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഓപ്ഷൻ ബി ആണ് വെൺമണി പ്രസ്ഥാനത്തിൻ്റെ അനന്തരാവകാശി എന്നറിയപ്പെടുന്നത്. 4ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയുടെ വിയോഗത്തിൽ വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച വിലാപകാവ്യം ഏത്? മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ അറിയാമോ? ഒരു വിലാപം. അതിൻ്റെ രചയിതാവാരാണ്? CS സുബ്രഹ്മണ്യം പോറ്റി. കൂടാതെ ഒരു വിലാപം CS സുബ്രഹ്മണ്യം പോറ്റിയെ കൂടാതെ വേറെ ഒരാളും കൂടി ഒരു വിലാപം എഴുതിയിട്ടുണ്ട്. ആരാണ്? EC ബാലകൃഷ്ണ പണിക്കരുടെ ഒരു കൃതിയുടെ പേരാണ് ഒരു വിലാപം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ വിയോഗത്തിൽ വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച വിലാപകാവ്യം ഏതാണെന്നാണ്. ആൻസർ ബദിരവിലാപം, മഗ്ദലന മറിയം, ബാപ്പുജി, ചിത്രയോഗം. ഏതാണ്? ഓപ്ഷൻ സി ബാപ്പുജിയാണ് മഹാത്മാഗാന്ധിയുടെ വിയോഗത്തിൽ വള്ളത്തോൾ രചിച്ച വിലാപകാവ്യം. ഇത് ചിത്രയോഗം എന്ന കൃതി വള്ളത്തോളിൻ്റെ മഹാകാവ്യമാണ്. മഗ്ദലന മറിയം വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യമാണ്. ബൈബിൾ പശ്ചാത്തലമാക്കിക്കൊണ്ട് വള്ളത്തോൾ രചിച്ച കൃതിയാണ് മഗ്ദലന മറിയം. ബദിരവിലാപം തൊട്ട് മുമ്പ് പറഞ്ഞു, സ്വന്തം വൈകല്യം പ്രമേയമാക്കിക്കൊണ്ട് വള്ളത്തോൾ രചിച്ച കൃതിയാണ്. 5ാമത്തെ ചോദ്യം, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്ന് രണ്ട് സാഹിത്യകാരന്മാർ ചേർന്ന് എഴുതിയ ഒരു കൃതിയുണ്ട്. അതിനകത്ത് ഏതാണ്? കാലം, നവഗ്രഹങ്ങളുടെ തടവറ, സൂഫി പറഞ്ഞ കഥ, മരുഭൂമികൾ ഉണ്ടാകുന്നത്. അപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്ന് എഴുതിയ കൃതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് നവഗ്രഹങ്ങളുടെ തടവറ. കാലം ആരുടെയാണ്? MGയുടെയാണ്. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിൻ്റെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 6. വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ മഹാകാവ്യം ഏത്? ഓരോ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോകുമ്പോൾ അവിടെ ഓപ്ഷനിലൂടെ അവിടെ ഒരു ചോദ്യമുണ്ടാക്കി നൽകാറുണ്ട്. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ മഹാകാവ്യം ഏതാണ്?
ഓപ്ഷൻ സി ചിത്രയോഗമാണ് വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ മഹാകാവ്യം. അടുത്ത ചോദ്യം, ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം, ഉണ്ണിക്കുട്ടൻ വളരുന്നു എന്നീ കൃതികളുടെ രചയിതാവാര്? ഉണ്ണിക്കുട്ടൻ്റെ ഒരു ലോകം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ തകഴി, ബഷീർ, കേശവദേവ്, നന്ദനാർ. നന്ദനാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു തൂലികാനാമാണ്. നന്ദനാർ എന്ന് പറഞ്ഞാൽ ആരാണ്? PC ഗോപാലൻ. ഇവിടെ ഉണ്ണിക്കുട്ടൻ്റെ ഒരു ലോകം അല്ലെങ്കിൽ ഒരു ദിവസം, ഉണ്ണിക്കുട്ടൻ വളരുന്നു എന്ന കൃതികളുടെ രചയിതാവ് നന്ദനാറാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരുന്നത്. ബി അല്ല, ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വള്ളത്തോളിൻ്റെ നാടകീയ ഭാവഗാനം എന്നറിയപ്പെടുന്ന കൃതി ഏത്? ബദിരവിലാപം, ബാപ്പുജി, ശിഷ്യനും മകനും, മഗ്ദലന മറിയം. ആരാണ്? ഏതാണ് വള്ളത്തോളിൻ്റെ നാടകീയമായ ഭാവഗാനം? ഇവിടെ ഒരു നാടകം കാണുന്ന പ്രതീതിയാണ് നമുക്ക് ആ കൃതി വായിച്ചു കഴിയുമ്പോൾ. വള്ളത്തോളിൻ്റെ ശിഷ്യനും മകനും എന്ന കൃതിയാണ് ഒരു നാടകീയമായ ഭാവം ഉണ്ടാവുന്നത്. ആ കൃതിയുടെ തുടക്കം എങ്ങനെയാണ്? അശങ്കമാനി വൃഷാംഗ ശിഷ്യൻ അമർഷവേഗത്തിനധീനയായി, അച്ഛൻ കൊടുത്തൊരു കൊടും കുഠാരം മകൻ്റെ നേർക്കക്ഷണമാഞ്ഞു വീശി. അല്ലേ? ഒരു കൊടും കുഠാരം മഴു മകൻ്റെ നേർക്ക് അക്ഷണം ആഞ്ഞു വീശി, പെട്ടെന്ന് തന്നെ ആഞ്ഞു വീശി. അപ്പോൾ ഇവിടെ ശിഷ്യനും മകനും എന്ന് പറയുമ്പോൾ ശിഷ്യനാരാണ്? മകനാരാണ്? പരമശിവൻ്റെ ശിഷ്യനാണ് പരശുരാമൻ അല്ലേ? പരശുരാമനാണ് മഴുവുള്ളത്. അപ്പോൾ ആ പരശുരാമൻ തൻ്റെ ആയുധമായ മഴു വെച്ച് പരമശിവൻ്റെയും പാർവതിയുടെയും മകനായ ഗണപതിയുടെ കൊമ്പിന് ആഞ്ഞു വെട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ശിഷ്യനാണ് മകൻ്റെ കൊമ്പ് വെട്ടിയത്. അപ്പോൾ അതറിഞ്ഞ്, ആ വാർത്ത അറിഞ്ഞ് പാർവതി ദേവിയുടെ കോപം ജ്വലിക്കുന്ന വാക്കുകളുണ്ട്. ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞ വാർപൂങ്കുഴലൊന്നഴിച്ചു കെട്ടി, ജ്വലിച്ച കൺകൊണ്ടൊരു നോക്ക് നോക്കി. അപ്പോൾ ആ വരികൾ കേൾക്കുമ്പം തന്നെ നമുക്കറിയാം ഒരു നാടകം നമ്മൾ കാണുന്ന പോലെ അല്ലേ? ഒരു സ്ത്രീ തൻ്റെ മുടി കെട്ടുന്ന രീതി പോലെ. ഉടൻ ഇടത്തു കയ്യാൽ അഴിഞ്ഞ വാർപൂങ്കുഴലൊന്നഴിച്ചു കെട്ടി, ജ്വലിച്ച കൺകൊണ്ടൊരു നോക്ക് നോക്കി. അപ്പോൾ ആ നോട്ടവും മുടികെട്ടുന്ന അഭാവവും ഒരു ദേഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ത്രീയുടെ പ്രതീതി ഒരു നാടകം പോലെ നമുക്ക് കാണിച്ചു തരികയാണ് വള്ളത്തോൾ ശിഷ്യനും മകനും എന്ന കൃതിയിൽ. അതുകൊണ്ട് തന്നെയാണ് നാടകീയ ഭാവഗാനം എന്നറിയപ്പെടുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശിഷ്യനും മകനും. അവിടെ ശിഷ്യനാരാണ്? പരശുരാമൻ. മകനാരാണ്? ഗണപതി. അതും ചോദിക്കാം കേട്ടോ. അടുത്ത ചോദ്യം, സ്വാമിയും ചങ്ങാതിമാരും എന്ന കൃതിയുടെ കർത്താവാരാണ്? രാജറാവു, RK നാരായൺ, മുൽക്ക് RK ലക്ഷ്മൺ. ആൻസർ ഓപ്ഷൻ ബി ആണ് RK നാരായൺ. അടുത്തത്, ബൈബിൾ കഥയിൽ നിന്ന് ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച കാവ്യമേത്? ഇതിനകത്ത് കേൾക്കുമ്പം തന്നെ അറിയാം ബൈബിൾ എന്ന് പറയുന്നത് അല്ലേ, യേശു, മറിയം, യോഹന്നാൻ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് ബൈബിളിലുള്ളത്. അപ്പോൾ ഇവിടെ ബൈബിളിലൊരു കഥാപാത്രത്തിൻ്റെ പേര് വരുന്ന കൃതി ഏതാണ്? ഓപ്ഷൻ എ എന്താണെന്ന് നോക്കിക്കേ, വായിച്ചേ. മഗ്ദലന മറിയം. അതാണ് ബൈബിൾ ഇതിവൃത്തമായി വരുന്ന വള്ളത്തോളിൻ്റെ കണ്ഠകാവ്യം. അടുത്ത ചോദ്യം, ആദ്യത്തെ തമിഴ് വ്യാകരണ ഗ്രന്ഥമേത്? തിരുക്കുറൽ, ചിലപ്പതികാരം, തൊൽക്കാപ്പിയം, അകത്തിയം. ആദ്യത്തെ തമിഴ്
വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്പിയം. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ദ്വിതീയാക്ഷര പ്രാസവാദം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു കോപ്പയിലെ കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന പോലെ ഒരു വാദമുണ്ടായിരുന്നു, പ്രാസവാദം അല്ലെ, ദ്വിതീയാക്ഷര പ്രാസവാദം. കവിത എഴുതുമ്പോൾ എല്ലാ വരികളിലെയും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരണം എന്ന് വാദിച്ചത്. അത് വേണം എന്നും ഒരു കൂട്ടർ, വേണ്ട എന്ന് മറ്റൊരു കൂട്ടർ. അപ്പോൾ ആരൊക്കെ തമ്മിലായിരുന്നു ഈ ദ്വിതീയാക്ഷര പ്രാസവാദം നടന്നത്? ഉള്ളൂർ എസ് പരമേശ്വരയ്യരും കുമാരനാശാനും തമ്മിൽ ആണോ? കേരളവർമ്മ വലിയ കോയി തമ്പുരാനും AR രാജരാജവർമ്മയും തമ്മിലാണോ? മൂന്നാമത്തെ ഓപ്ഷൻ ആരാണ്? കുമാരനാശാനും ചങ്ങമ്പുഴയും തമ്മിലാണോ? നാലാമത്തെ ഓപ്ഷനിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരും വള്ളത്തോളും തമ്മിലാണോ? ആൻസർ ബി ആണ് വരുന്നത്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനും AR രാജരാജവർമ്മയും തമ്മിലായിരുന്നു ദ്വിതീയാക്ഷര പ്രാസവാദം നടന്നത്. 13ാമത്തെ ചോദ്യം, ഡോക്ടർ വേഴാമ്പൽ എന്ന നോവൽ രചിച്ചത് ആര്? ഓപ്ഷൻ എ ഉറൂബ്, ഓപ്ഷൻ ബി മലയാറ്റൂർ രാമകൃഷ്ണൻ, ഓപ്ഷൻ സി തകഴി ശിവശങ്കരപ്പിള്ള, ഓപ്ഷൻ ഡി SK പൊറ്റക്കാട്. ഇവിടെ ഉത്തരമായി വരുന്നത്, അതിന് മുമ്പ് ഓപ്ഷൻ എ ഒന്ന് ശ്രദ്ധിച്ചേ, ഉറൂബ്. ഉറൂബ് എന്ന തൂലികാനാമം ആരാണ് അറിയപ്പെടുന്നത്? PC കുട്ടിക്കൃഷ്ണൻ. അടുത്തത് തകഴി ശിവശങ്കരപ്പിള്ള. കേരള മൊപ്പസാങ് എന്നാണ് തകഴി ശിവശങ്കരപ്പിള്ള അറിയപ്പെടുന്നത്. SK പൊറ്റക്കാട് സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപതിയാണ് അല്ലേ. യാത്രാവിവരണങ്ങൾ 17ഓളം യാത്രാവിവരണങ്ങൾ അദ്ദേഹത്തിനായിട്ടുണ്ട്. അമേരിക്കൻ ഐക്യനാടുകൾ, നൈൽ ഡയറി, അങ്ങനെ ഒരുപാട് 17ഓളം അദ്ദേഹം ഈജിപ്ഷ്യൻ ഡയറി, ഇങ്ങനെ ഒരുപാട് 17ഓളം യാത്രാവിവരണങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ സഞ്ചാര സാഹിത്യത്തിനെല്ലാം കുലപതി എന്നാണ് SK പൊറ്റക്കാട് അറിയപ്പെടുന്നത്. SK പൊറ്റക്കാടിൻ്റെ ഒരു നോവലാണ് ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ. അതിനകത്ത് ഒരു തെരുവിൻ്റെ കഥ പറയുമ്പോൾ അതിനകത്തൊരു കഥാപാത്രമാണ് ഓമഞ്ചി. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓമഞ്ചി എന്ന കഥാപാത്രം ഏത് നോവലിലെയാണ്? ഏതിലെയാണ്? ഒരു തെരുവിൻ്റെ കഥ. അതാരുടെയാണ്? SK പൊറ്റക്കാടിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് ഡോക്ടർ വേഴാമ്പൽ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ മറ്റൊരു നോവൽ നമുക്കറിയാമല്ലോ, സൈബർ പശ്ചാത്തലം വരുന്നത് ഏതാണ്? നൃത്തം. അതുപോലെ മലയാറ്റൂരിൻ്റെ ഒരു കൃതിയാണ് വേരുകൾ, യന്ത്രം, ഇതൊക്കെ മലയാറ്റൂരിൻ്റെയാണ്. ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 14. ദ്വിതീയാക്ഷര പ്രാസവാദത്തിന് അനുകൂലമായി ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏത്? ഉള്ളൂരിൻ്റെ മഹാകാവ്യം. ഉള്ളൂർ ഒരു മഹാകാവ്യം രചിച്ചു. ആ മഹാകാവ്യമാണ് പ്രാസവാദത്തിന് അനുകൂലമായിട്ടുള്ളത്. അപ്പോൾ ദ്വിതീയാക്ഷര പ്രാസം ദീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കവിത എഴുതിയത്. അദ്ദേഹത്തിൻ്റെ മഹാകാവ്യവുമാണത്. ഏതാണ്? ഉമാകേരളം. ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ് ഉമാകേരളം. ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമുക്കറിയാം, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, ഇവരാണ് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് അല്ലേ. ഇതിനകത്ത് ആശാൻ മഹാകാവ്യം എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കാറുണ്ട്, മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? നമ്മൾ കുമാരനാശാൻ അറിയപ്പെടുന്നത് എന്താ? അങ്ങനെയാണ്, മഹാകവി എന്നാണ് പറയേണ്ടത് അല്ലേ. പക്ഷേ മഹാകാവ്യം എഴുതിയിട്ടില്ല. അങ്ങനെ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നറിയപ്പെടുന്ന കവിയാണ് കുമാരനാശാൻ. പിന്നെ ഉള്ളൂരിൻ്റെ മഹാകാവ്യം നമ്മളിപ്പോൾ പറഞ്ഞു, ഉമാകേരളം. വള്ളത്തോളിൻ്റെ മഹാകാവ്യമാണ് ചിത്രയോഗം. അപ്പോൾ ഈ അതൊരു കവിത്രയത്തിൽ ഒരു കവി മാത്രമാണ് മഹാകാവ്യം എഴുതാത്തത്. അതാരാണ്? കുമാരനാശാൻ. ആശയഗംഭീരനെന്നും സ്നേഹഗായകനും എന്നൊക്കെ അറിയപ്പെടുന്ന കുമാരനാശാൻ മഹാകാവ്യം എഴുതിയിട്ടില്ല. മഹത്തായ ആശയങ്ങളാണ് ആശാൻ്റെ കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആശാനെ ആശയഗംഭീരൻ എന്ന് പറയുന്നത്. അതുപോലെ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട്. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും
സ്നേഹം താൻ ശക്തി ജഗത്തിൻ സ്വയം. സ്നേഹം താൻ ശക്തി ജഗത്തിൻ സ്വയം. ഈ ജഗത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സ്നേഹമാണ്. അങ്ങനെ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വൈവിധ്യവും വൈചിത്ര്യവുമായ നിരവധി അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതകൾ ആശാൻ രചിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആശാനെ ആശയഗംഭീരൻ എന്ന് പറയുന്നത്. ആശാൻ മരണപ്പെട്ടത് ആറ്റിൽ വെച്ചാണ്? പല്ലനയാറ്റിൽ വെച്ചാണ്. ഒരു ബോട്ട് അപകടത്തിലാണ് ആശാൻ മരണപ്പെടുന്നത്. ആശാൻ്റെ ആ ബോട്ട് അപകടം നടന്ന ബോട്ടിൻ്റെ പേരെന്താണ്? റെഡീമർ ബോട്ട് അപകടം. അപ്പോൾ ഇവിടെ ചോദിച്ചത് ദ്വിതീയാക്ഷരപ്രാസമാലത്തിന് അനുകൂലമായി ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണ്? ഉമാകേരളം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചങ്ങമ്പുഴ തൻ്റെ സുഹൃത്തായ ഏത് കവിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് രമണൻ എന്ന കാവ്യം എഴുതിയത്? അപ്പോൾ ചങ്ങമ്പുഴ എഴുതിയ ഒരു കൃതിയാണ് രമണൻ എന്ന് നമുക്ക് മനസ്സിലായി. ആ രമണൻ എന്ന കൃതി എഴുതിയത് ചങ്ങമ്പുഴയുടെ ഒരു സുഹൃത്തിനെ അനുസ്മരിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ സുഹൃത്ത് ആരാണ് നിങ്ങൾക്കറിയാമോ? ചങ്ങമ്പുഴ എവിടെയാണ്? നമുക്കറിയാം, എറണാകുളത്ത് ഒരു ചങ്ങമ്പുഴ പാർക്കുണ്ട് അല്ലേ? ചങ്ങമ്പുഴയെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ നിർമ്മിച്ച ഒരു പാർക്കാണ് ചങ്ങമ്പുഴ പാർക്ക്. അപ്പോൾ എറണാകുളത്ത് ചങ്ങമ്പുഴ പാർക്ക് ഇരിക്കുന്നത് ഏത് ഭാഗത്താണ്? ഇടപ്പള്ളി ഭാഗത്താണ് അല്ലേ? അപ്പോൾ ചങ്ങമ്പുഴയുടെ സുഹൃത്ത് ആരാന്ന് നമുക്ക് പിടുത്തം കിട്ടി. ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് ചങ്ങമ്പുഴയുടെ സുഹൃത്ത്. അപ്പോൾ ചങ്ങമ്പുഴ ഇടപ്പള്ളിയുടെയും ആത്മബന്ധം. അപ്പോൾ ഇടപ്പള്ളി മരണപ്പെട്ടത് 27ാമത്തെ വയസ്സിലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ജീവിതം അദ്ദേഹം സ്വയം ഇല്ലാതാക്കുമായിരുന്നു, സൂയിസൈഡ് ചെയ്യുമായിരുന്നു. ആ മരണത്തിൽ തൻ്റെ ആത്മസുഹൃത്ത് കവിതകളൊക്കെ എഴുതുവാൻ എപ്പോഴും ചങ്ങാത്തം കൂടിക്കൊണ്ട് ഒന്നിച്ചിരുന്ന് കാര്യങ്ങളെയൊക്കെ ചർച്ച ചെയ്ത ആ ഇടപ്പള്ളിയുടെ മരണത്തിൽ നിന്നുകൊണ്ട് ചങ്ങമ്പുഴ രചിച്ച ഒരു കാവ്യമാണ് രമണൻ. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് സി ഓപ്ഷനാണ്. ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് ചങ്ങമ്പുഴയുടെ സുഹൃത്തും രമണൻ എന്ന കൃതിയിലെ നായകനും. അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയണേ. ദ്വിതീയാക്ഷരപ്രാസമാലത്തിന് അനുകൂലമായി രചിക്കപ്പെട്ട മറ്റൊരു കൃതി ഏത്? ഈ ദ്വിതീയാക്ഷരപ്രാസം എന്നുള്ള വാദം ഇങ്ങനെ കൊടുമ്പരി കൊണ്ടുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നാണ് പറയണത്. ചായക്കോപ്പയിൽ നിന്ന് ചൂട് ചായ എടുത്ത് വെക്കുമ്പോൾ അതിൽ നിന്ന് ചൂടിങ്ങനെ ആവി പറക്കണ പോലെ വരും അല്ലേ? അപ്പോൾ അതൊരു കൊടുങ്കാറ്റ് പോലെ വരും. ആ കൊടുങ്കാറ്റ് എങ്ങനെയായിരുന്നു? ഒരു ചായക്കോപ്പയിലെ ചൂടിങ്ങനെ പൊങ്ങി വരുന്ന നീരാവി അത്രയും മാത്രം, പക്ഷേ പോലെ കൊടുങ്കാറ്റ് പോലെ വിവാദം ഉണ്ടാക്കി. ആ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രാസത്തെ ദ്വിതീയാക്ഷരപ്രാസത്തെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒക്കെ നിരവധി ആളുകൾ ചർച്ചകൾ നടത്തുകയും കവിതകളൊക്കെ രചിക്കുകയും ചെയ്തു. അപ്പോൾ അതിലൊന്നായിരുന്നു ഉള്ളൂരിൻ്റെ ഉമാകേരളം. മറ്റൊരു കൃതി ഏതാണെന്നാണ് ചോദിച്ചത് ഇവിടെ. ഏതാണ് ആൻസർ? സി കേശവീയം. സി കേശവൻ്റെ കേശവീയമാണ് ദ്വിതീയാക്ഷരപ്രാസത്തെ അനുകൂലിച്ചു കൊണ്ടെഴുതിയ മറ്റൊരു കൃതി. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. എം വി ശങ്കുണ്ണി നായർ രചിച്ച ചിത്രവും ചാമരവും എന്ന കൃതിയുടെ പ്രതിപാദ്യമെന്ത്? അപ്പോൾ ചിത്രവും ചാമരവും എന്ന കൃതിയുടെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എം വി ശങ്കുണ്ണി നായരാണ്. അപ്പോൾ എം വി ശങ്കുണ്ണി നായർ ചിത്രവും ചാമരവും എന്ന കൃതി രചിച്ചു. അതിനകത്ത് പ്രതിപാദ്യമായിട്ട് വരുന്നത് എന്താണ്? കുമാരനാശാൻ്റെ കവിതകളാണോ? അതോ ഓപ്ഷൻ ബിയിൽ പറയുന്നത് പോലെ കാളിദാസൻ്റെ കവിതകളാണോ? ഓപ്ഷൻ സിയിലുള്ളതുപോലെ വള്ളത്തോൾ കവിതകളെക്കുറിച്ചാണോ? ഡി ഉള്ളൂർ കവിതകളെക്കുറിച്ചാണോ? ഓപ്ഷൻ സി വള്ളത്തോൾ കവിതകളെക്കുറിച്ചാണ് എം വി ശങ്കുണ്ണി നായരുടെ ചിത്രവും ചാമരവും എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്നത്. 18ാമത്തെ ചോദ്യം. കേശവീയം എന്ന കൃതിയുടെ കർത്താവാര്? കേശവീയം നേരത്തെ ഞാൻ സി കേശവൻ എന്ന് പറഞ്ഞെന്ന് തോന്നുന്നല്ലേ? കെ സി കേശവപിള്ളയാണ് കേട്ടോ. അപ്പോൾ സി കേശവൻ്റെ ഒരു കൃതിയാണ് ജീവിതസമരം. ഇത് വേറെയാണ്. സി കേശവൻ ജീവിതസമരം. ഇവിടെ കേശവീയം എന്ന കൃതിയുടെ കർത്താവാണ് കെ സി കേശവപിള്ള. ഓപ്ഷൻ ബി ആണ്. 19ാമത്തെ ചോദ്യം. SNDPയുടെ കീഴിൽ പ്രസിദ്ധീകരിച്ചിരുന്ന വിവേകോദയം എന്ന
മാസികയുടെ പ്രഥമ പത്രാധിപരാര്? വിവേകോദയം. അല്ലേ, നമുക്കറിയാം ആ വാക്കിൽ തന്നെ നല്ല വിവേകം ഉദിച്ചു വന്നം, ആളുകളിൽ വിവേകം ഉദിക്കണം. SNDP എന്ന് പറയുമ്പോൾ SNDPയുടെ സ്ഥാപകനായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ ആരായിരുന്നു? കുമാരനാശാൻ. അല്ലേ, അപ്പോൾ ആ കുമാരനാശാൻ ഇതിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ആ വിവേകോദയം പ്രസിദ്ധീകരിച്ചിരുന്ന അതിൻ്റെ പത്രാധിപരാരായിരുന്നു? കുമാരനാശാനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. വിവേകോദയം എന്ന മാസികയുടെ പത്രാധിപര് കുമാരനാശാൻ. നാളികേര പാകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? അതായത് കവിതയ്ക്കകത്തൊരു നാളികേര പാകം നമ്മൾ പറയില്ല, ഒരളവും തൂക്കും എല്ലാം ഒരു കൃത്യതമായിട്ട് വരുന്നത്. കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ജി ശങ്കരക്കുറുപ്പ്, വള്ളത്തോൾ നാരായണ മേനോൻ. ആരായിരുന്നു? ബി ആണ്, ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ് നാളികേര പാകൻ എന്നറിയപ്പെടുന്ന കവി. 21ാമത്തെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഹാസ്യ സാഹിത്യകാരനായ EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരെന്ത്? അപ്പോൾ EV കൃഷ്ണപിള്ള ഒരു ഹാസ്യ സാഹിത്യകാരനാണ്. EV എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ജീവിത സ്മരണകൾ. ഇതാണ് ജീവിത സ്മരണകൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 22ാമത്തെ ചോദ്യം. കൈരളിയുടെ കർണപുണ്യം എന്ന് സഞ്ജയൻ വിശേഷിപ്പിച്ച കൃതി ഏത്? കൈരളിയുടെ കർണപുണ്യം, കർണൻ്റെ അല്ലേ, കൈരളിയുടെ കർണപുണ്യം ആ വാക്കിൽ തന്നെ നമുക്കുണ്ട് ഇവിടെ ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വായിച്ച് നോക്കിക്കേ, അതായത് ബി ഓപ്ഷൻ എന്താണെന്ന് വായിച്ച് നോക്കിക്കേ, കർണഭൂഷണം അല്ലേ, കർണപുണ്യം എന്ന്. അപ്പോൾ കൈരളിയുടെ കർണപുണ്യം എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏതാണ്? കർണഭൂഷണം. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? സഞ്ജയൻ. സഞ്ജയൻ എന്നത് ഒരു തൂലികാ നാമമാണ്. സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആളാരാണ്? MR നായർ. മൂർക്കോത്ത് രാമുണ്ണി നായർ എന്നാണ് മുഴുവൻ പേര്. MR നായരാണ് സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. 23ാമത്തെ ചോദ്യം. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥ എഴുതിയതാര്? മൊറാർജി ദേശായി, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സർവേപ്പള്ളി രാധാകൃഷ്ണൻ. സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. ഓപ്ഷൻ സി അല്ല കേട്ടോ, ഇവിടെ ആൻസർ തെറ്റാണല്ലോ. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ എ ആണ്, മൊറാർജി ദേശായി ആണ് സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥ എഴുതിയത്. ശ്രദ്ധിക്കണേ, ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ചില ക്വസ്റ്റ്യൻസൊക്കെ അതുപോലെ തെറ്റായ രൂപത്തിൽ ചോദിക്കും, അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ ക്യാൻസൽ ചെയ്യും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. കർണഭൂഷണം എന്ന കൃതിയുടെ കർത്താവാര്? കർണഭൂഷണം എന്ന കൃതിയുടെ കർത്താവാരാണ്? ഓപ്ഷൻ സി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരല്ല കർണഭൂഷണത്തിൻ്റെ കർത്താവ്. വള്ളത്തോൾ നാരായണ മേനോനല്ല, ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ് കർണഭൂഷണം എന്ന കൃതിയുടെ കർത്താവ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തെറ്റുകളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, മുൻകാല ക്വസ്റ്റ്യൻസുകളാണ് ഇതൊക്കെ കേട്ടോ. അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? ഇതൊക്കെ പല കാറ്റഗറിയിലുള്ള സെറ്റ് LP UP ഉണ്ടല്ലോ, കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറികളിലൊക്കെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസുകളാണ്. കൂടാതെ സെറ്റ്, അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നെറ്റിന് വന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, PSCയിൽ വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും 1-2 ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ തെറ്റുണ്ടാവും. ഇവിടെ അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം കയറ്, കാലം, ഖസാക്കിൻ്റെ ഇതിഹാസം, 2-ാം ഊഴം. ഏതിലെയാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെയാണ് കഥാപാത്രമാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചത് ആരാന്നറിയാമല്ലോ? OV വിജയനാണ് അല്ലേ. നോവലിസ്റ്റും കാർട്ടൂണിസ്റ്റും ഒക്കെയാണ് OV വിജയൻ. OV വിജയൻ്റെ കടൽ തീരത്തുന്ന കഥയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. വെള്ളായ്യപ്പൻ അല്ലേ, തൻ്റെ മകനെ കാണാൻ വേണ്ടി കണ്ണൂർക്കൊരു പുതുച്ചോറുമായി പോകുന്ന കഥയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മിസ് കാതറിൻ മേയോയുടെ
ഭാരത സ്ത്രീ വിമർശനത്തിനെതിരെ ഉള്ളൂർ രചിച്ച ഖണ്ഡകാവ്യമേത്? ഉള്ളൂരിൻ്റെ ഒരു ഖണ്ഡകാവ്യം ഇതിനകത്തുണ്ട്. ഉമാകേരളം, ചിത്രശാല, പ്രേമസംഗീതം, കർണഭൂഷണം. ഇതെല്ലാം ഉള്ളൂരിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ്. എങ്കിൽ പോലും അതിനകത്ത് ഉമാകേരളം ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ് കേട്ടോ. മിസ് കാതറിൻ മേയോയുടെ ഭാരത സ്ത്രീ വിമർശനത്തിന് എതിരെ എന്നുകൊണ്ട് ഉള്ളൂർ രചിച്ച ഖണ്ഡകാവ്യമാണ് ചിത്രശാല. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ്? ഒരു നോവലിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം. നമ്മളൊക്കെ വന്ദേ മാതരം ഗാനം ആലപിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടല്ലേ. അത് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഏത് നോവലിൽ നിന്നാണ്? ആനന്ദ് മഠ്. ഓപ്ഷൻ ഡി നോക്കിക്കേ. ആനന്ദ് മഠ് എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നെറ്റിനൊക്കെ ചോദിക്കും ഇത്. അടുത്തത് ഉള്ളൂരിൻ്റെ ദാർശനിക ഗൗരവം തികഞ്ഞ കൃതി ഏതാണ്? വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ്. അതുകൊണ്ട് തന്നെ ദാർശനിക ഗൗരവം എന്ന് പറയുന്നത്. ഉമാകേരളം, കർണഭൂഷണം, പ്രേമസംഗീതം, ചിത്രശാല. ഏതാണ്? 2 വരികൾ ചൊല്ലാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതെന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. അല്ലേ? ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതെന്നല്ലോ. അതിന് നമുക്ക് ഉത്തരം കിട്ടി. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, പ്രേമസംഗീതം. ഉലകിന് ഉയരായിട്ടുള്ള ഒരൊറ്റ മതമേ ഇവിടെ ഉള്ളൂ എന്നാണ് പറയുന്നത്. ആ മതത്തിൻ്റെ പേരാണ് പ്രേമം, സ്നേഹം. സ്നേഹമാണ് ഏറ്റവും വലിയ മതമെന്ന് പറയുന്നത് ഉള്ളൂർ. അതുകൊണ്ടാണ് ഏറ്റവും ദാർശനിക ഗൗരവം തികഞ്ഞ കൃതി എന്ന് പ്രേമസംഗീതം എന്ന ഖണ്ഡകാവ്യത്തെ പറയുന്നത്. 29ാമത്തെ ചോദ്യം. കോവിലൻ്റെ യഥാർത്ഥ പേരെന്താണ്? കോവിലൻ VK ഗോവിന്ദൻകുട്ടി നായർ, MV ദേവൻ, അരിയന്നൂർ കണ്ണാശ്ശേരി PV അയ്യപ്പൻ, T പത്മനാഭൻ. ഇവിടെ നമ്മൾ വലിയ വിശദീകരിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കണമെന്നില്ല. ഇവിടെ വിശദീകരിച്ച് കൊടുത്തിരിക്കുകയാണ്. അരിയന്നൂർ കണ്ണാശ്ശേരി PV അയ്യപ്പൻ എന്നൊക്കെ. കോവിലൻ നമ്മൾ സാധാരണ പറയാറുള്ളത് PV അയ്യപ്പൻ എന്നാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൺഫ്യൂഷനാക്കുന്ന പല ചോദ്യങ്ങളും ഉണ്ടാകുമല്ലോ. അപ്പോൾ അരിയന്നൂർ കണ്ണാശ്ശേരി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടില്ല. അതിനപ്പുറമുള്ള PV അയ്യപ്പൻ നമ്മുടെ ശ്രദ്ധയിലേക്കും വരില്ല. അപ്പോൾ അവിടെ ഉത്തരം തെറ്റാം. അപ്പോൾ നമ്മളെ കൺഫ്യൂഷനാക്കുന്ന രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വരും. ഇവിടെ കോവിലൻ്റെ യഥാർത്ഥ പേര് നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്നത് PV അയ്യപ്പൻ എന്ന പേരിലാണ്. അപ്പോൾ ആ പേരും ഇതിനകത്തുണ്ട്. അത് ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി, നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്, കോവിലൻ PV അയ്യപ്പൻ. നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും കേട്ടതിന് ശേഷം കമൻറ്റുകൾ തരണം. എങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല പരീക്ഷയ്ക്ക് വരുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് തരാൻ പറ്റുകയുള്ളൂ. പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 ദിവസം കൂടിയേ ഉള്ളൂ, 2 ദിവസം കൂടിയേ ഉള്ളൂ. ശ്രദ്ധിക്കുക. ഇവിടെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? V കുഞ്ഞിരാമൻ നായർ, G ശങ്കരക്കുറുപ്പ്, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അതെല്ലാവർക്കും തന്നെ അറിയാം. ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പരീക്ഷ എഴുതി പഠിച്ച് പാസ്സാവുക, നല്ല മാർക്ക് വാങ്ങട്ടെ. നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ ഒരു 85 മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയണം. സൈക്കോളജി ഒന്നും തൊട്ടില്ലെങ്കിൽ പോലും മലയാളത്തിൽ നിന്ന് തന്നെ 85 മാർക്ക് എല്ലാവർക്കും കഴിയട്ടെ.